നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 31, 2025 ബുധൻ. അങ്ങനെ ഈ വർഷത്തെ അവസാന ട്രേഡിംഗ് സെക്ഷനിൽ ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ നിഫ്റ്റിക്ക് കഴിഞ്ഞ ബുധനാഴ്ചയ്ക്ക് ശേഷം വീണ്ടും 26,100 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി. എന്തൊക്കെ കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. ഇന്നത്തെ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ലോയും. 25,969 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് പിന്നീട് മാർക്കറ്റിന് ശക്തിയാർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ടും 26,187 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. എങ്കിലും 190 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 26,129 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 545 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 410 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 2088 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായി. ആകെ 787 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായുള്ളൂ. മാത്രമല്ല, കുറച്ചേറെ കാലങ്ങൾക്ക് ശേഷമാണ് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 2000-ലേറെ കമ്പനികൾക്ക് ഒരുമിച്ച് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായത്. ഈ മാസം നിഫ്റ്റിക്ക് അതിന്റെ ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുണ്ടായി. കൂടാതെ ഡൗൺ സൈഡിലേക്ക് 25,700 എന്ന ലെവൽ നല്ലൊരു സപ്പോർട്ടായിട്ട് നിഫ്റ്റിക്ക് ഈ മാസം പ്രവർത്തിക്കുകയുമുണ്ടായി. ആകെ 600 ചില്ലറ പോയിന്റുകളുടെ മൂവ്മെന്റ് ഈ മാസം നിഫ്റ്റി നടത്തുകയും ഉണ്ടായുള്ളൂ. ബോർഡർ മാർക്കറ്റ്സുകളും ഇന്ന് തരക്കേടില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ തുടർന്ന് BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 1% നേട്ടം കൈവരിക്കുവാനുമായി. JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ടൈറ്റാൻ കമ്പനി, NTPC തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ TCS, ബജാജ് ഫൈനാൻസ്, ടെക് മഹേന്ദ്ര, വിപ്രോ, ഇൻഫോസിസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ നിഫ്റ്റി ITയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അതായത് നിഫ്റ്റി ITക്ക് ഇന്ന് 114 പോയിന്റുകളുടെ നഷ്ടം നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. അതേസമയം ബാക്കി എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി മെറ്റൽ, മീഡിയ, ക്യാപിറ്റൽ ഗൂഡ്സ്, PSU ബാങ്ക്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, പവർ തുടങ്ങിയ മേഖലകൾക്ക് 1% നേട്ടം കൈവരിക്കാനായപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയ്ക്ക് 2% ഉയർച്ചയും ഇന്ന് കൈവരിക്കുവാൻ സാധിച്ചു. തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ഗ്രിപ്പ് നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. ഇന്നലത്തെ ക്ലോസിംഗ് റേഞ്ചിൽ നിന്നും 11 പൈസയുടെ നഷ്ടത്തോടുകൂടി 89.87 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായത്. ഇനി നമുക്ക് ഈ വർഷത്തെ അവസാന ട്രേഡിംഗ് സെഷനിൽ തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനിൽ ഉണ്ടായ നഷ്ടത്തിന് ശേഷം അതിശക്തമായ നേട്ടത്തോടുകൂടി തന്നെ അവസാന ട്രേഡിംഗ് സെഷനിൽ വ്യാപാരം അവസാനിപ്പിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. തിരഞ്ഞെടുത്ത സ്റ്റീൽ ഇറക്കുമതിക്ക് സർക്കാർ 3 വർഷത്തെ സുരക്ഷാ തിരുവ 12% വരെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് പ്രമുഖ സ്റ്റീൽ നിർമ്മാതാക്കളുടെ ഓഹരികളിൽ നേട്ടമുണ്ടാവുകയും ചെയ്തു. ഇത് ആഭ്യന്തര ഉൽപാദകർക്ക് മെച്ചപ്പെട്ട വില നിർണ്ണയ പിന്തുണ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷകൾക്ക് ഉയർച്ചയും രേഖപ്പെടുത്തുവാൻ ഇടയാക്കിയതിനെ തുടർന്ന് പ്രധാനപ്പെട്ട സ്റ്റീൽ സ്റ്റോക്കുകളായ ടാറ്റ സ്റ്റീലിന് 2.2%, JSW സ്റ്റീൽ 3.3%, ജിന്ദാൽ സ്റ്റീലിന് 3.6%, ജിന്ദാൽ സ്റ്റെയിൻലെസ്സിന് 2.8% നേട്ടം കൈവരിക്കുവാനായപ്പോൾ NMDCക്ക് 0.4% നേട്ടവും കൈവരിക്കുവാനായി. അതുകൊണ്ട് തന്നെ ഇന്ന് സ്റ്റീൽ സ്റ്റോക്കുകളിൽ അനുഭവപ്പെട്ട ശക്തമായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. അവസാന 2 ട്രേഡിംഗ് സെഷനിലെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിൽ നേരിയ ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇടിവ് ഇന്ന് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവിനെ മറികടന്നുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനും സഹായിക്കുകയുണ്ടായി. തുടർച്ചയായി ഇന്നും ഇന്ത്യ വിക്സ് വീണ്ടും അതിശക്തമായ ഇടിവ് രേഖപ്പെടുത്തി 2.17% ക്ലോസിംഗ് ബേസിസിൽ. മാത്രമല്ല 9.47 എന്ന ലെവലിലേക്കും ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയി എത്തിച്ചേരുകയുമുണ്ടായി. ഇതിനു പുറമെ ഇന്ന് വാല്യൂ ബൈയിങ്ങും ക്വാളിറ്റി സ്റ്റോക്കുകളിലും സെക്ടേഴ്സിലും വളരെ പ്രകടമായിരുന്നു. അതുകൂടാതെ ബോർഡർ മാർക്കറ്റ്സിൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ശക്തമായ ബൈയിങ് ഇൻട്രസ്റ്റും ഇന്ന് ദൃശ്യമാവുകയുണ്ടായി.
തൽഫലമായി ഇന്ന് മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 1% നേട്ടവും കൈവരിക്കുവാനുമായി ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പുതുവർഷത്തിന് മുന്നോടിയായിട്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ശക്തമായ നേട്ടം കൈവരിക്കുവാനുമായത്. ഗ്ലോബൽ മാർക്കറ്റുകൾ നമുക്കിനി പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ നേരിയ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സുകൾക്ക് ഇന്ന് ന്യൂ ഇയർ പ്രമാണിച്ച് അവധിയാണ്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് ജപ്പാൻ, കൊറിയൻ, സിംഗപ്പൂർ, തായ്ലൻഡ് മാർക്കറ്റുകൾക്ക് ഇന്ന് അവധിയാണ്. അതേസമയം ഇന്ന് വ്യാപാരത്തിൽ ഏർപ്പെട്ട ഇന്ത്യൻ, തായ്വാൻ, ചൈനീസ് മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം നിലവിൽ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. ബ്രന്റ് ക്രൂഡിന്റെ വില $61.48 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $58.11 പെർ ബാരൽ എന്ന നിലയിലുമായിട്ട് വ്യാപാരത്തിൽ തുടരുമ്പോൾ ഗോൾഡിന്റെ വിലയിൽ $12 മുകളിൽ ഇടിവാണ് അനുഭവപ്പെടുന്നത്. $4,325.68 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോളോ മൈക്രോ സിസ്റ്റംസ് കോൾ ഇന്ത്യക്ക് കാഡ്രിച്ച് സ്ഫോടന വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനായിട്ട് 420 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിച്ചു. ആഡ്മാച്ച് സിസ്റ്റംസ് ഇന്ന് സ്റ്റോക്ക് SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. IPO പ്രൈസിൽ നിന്നും 20% പ്രീമിയത്തിന് നഷ്ടത്തോടു കൂടിയിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടതും. നന്ദ ടെക് ഇന്ന് സ്റ്റോക്ക് BSE SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. IPO പ്രൈസിൽ നിന്നും 6.36% പ്രീമിയത്തിന്റെ നേട്ടത്തോടു കൂടിയിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായത്. വോഡഫോൺ ഐഡിയ 87,695 കോടി രൂപയുടെ AGR കുടിശ്ശികയ്ക്ക് 5 വർഷത്തെ മൊറട്ടോറിയം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചതിനെ തുടർന്ന് ഓഹരികളിൽ ഇന്നത്തെ ഉയർന്ന നിലയിൽ നിന്നും 20% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ അനുഭവപ്പെടുകയുമുണ്ടായി. ലുപ്പിൻ ശരാശരി 4.3 മുതൽ 6.5 കിലോഗ്രാം വരെ ഭാരം കുറയ്ക്കുന്നതിനായിട്ടുള്ള ബൊഫാഗ്ലൂട്ടൈഡ് ഇഞ്ചക്ഷൻ കമ്പനി ഇന്ത്യയിൽ എക്സ്ക്ലൂസീവായിട്ട് ലോഞ്ച് ചെയ്യുകയുണ്ടായി. പ്രിവി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് 1086 കോടി രൂപ മൂല്യം വരുന്ന ഷെയർസ് ബ്ലോക്ക് ഡീൽ വഴി ഇന്ന് വിറ്റഴിച്ചതിന്റെ ഫലമായിട്ട് ഇൻട്രാഡേ ബേസിസിൽ 14% ഇടിവ് സ്റ്റോക്കിൽ അനുഭവപ്പെടുകയുണ്ടായി. ടാച്ച് GVK ഹോട്ടൽസ് പ്രൊമോട്ടർമാർ ഏകദേശം 4% വരുന്ന ഓഹരികൾ വിറ്റഴിക്കുകയുണ്ടായി. നിപ്പോൺ ഇന്ത്യ 2.4% വരുന്ന ഓഹരികൾ സ്വന്തമാക്കുകയും ചെയ്തു. ഏവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. അടുത്ത വർഷം ഏവർക്കും നല്ല ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.